ബിഗ് ബോസ് ആരാധകർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ സന്തോഷ നിമിഷം ഇതാ എത്തിയിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഐ ലോഗോ ഔദ്യോഗികമായി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നു. അതെ, ഇനി വരുവാൻ പോകുന്നത് ബിഗ് ബോസ് പ്രേമികളുടെ ഉത്സവകാലമാണ്. ഏഷ്യാനെറ്റ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ സീസൺ 7 ലോഗോ തരക്കേടില്ല എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. അത്രമാത്രം മനോഹരമൊന്നുമല്ല. കാരണം നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ട് പരിചയിച്ച ലോഗോകളുമായി വലിയ വ്യത്യാസമൊന്നും സീസൺ 7 ലോഗോയ്ക്കുമില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും ആൾക്കാർക്കെല്ലാം അറിയാം, ഇതിനോടകം നമ്മൾ കേട്ടൊരു വാർത്തയാണ്. ഹോട്ട്സ്റ്റാർ എന്നുള്ളത് ഹോട്ട്സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിൽ നിന്നും ജിയോ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത്. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇതറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജിയോയുടെ ടീമായിരിക്കും, ഏഷ്യാനെറ്റ് അല്ല. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ലോഗോയിൽ തന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ആധിപത്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഹോട്ട്സ്റ്റാർ എന്ന ആപ്പ് പർപ്പിൾ കളറിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോട്ട്സ്റ്റാറിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഈ പർപ്പിൾ കളറിനകത്ത് തന്നെയുള്ള കളികളുമാണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഈ ലോഗോയും ഹോട്ട്സ്റ്റാറിൻ്റെ ആ തനതായ പർപ്പിൾ കളറിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജിയോയുടെ ആധിപത്യമായിരിക്കും ഇനി നമ്മൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നത് എന്ന് സാരം. ഈ പ്രൊമോയിൽ ചുറ്റിത്തിരിയുന്ന ഒരു വൃത്തത്തിനുള്ളിൽ നിന്ന് ഒരു ക്യാമറ കണ്ണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു വരുന്ന ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ 7 എന്ന ഡിജിറ്റ് ഇരു സൈഡുകളിലേക്കും എത്തുകയും കണ്ണിൻ്റെ ആ ഒരു എഫക്റ്റ് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് 7 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നിലകൊള്ളുകയാണ്. മാത്രവുമല്ല, ഇടയിലുള്ള ഈ ക്യാമറ കണ്ണുകൾക്ക് ചുറ്റുമായി ഒരു തീജ്വാല പോലെയുള്ള ദൃശ്യം കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പുറത്തു വരുന്ന തീജ്വാലകൾ ഒരുപക്ഷെ സൂചിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ പോസിറ്റിവിറ്റിയെയും എനർജിയെയും ഒക്കെ ആയിരിക്കാം. അതായിരിക്കാം സ്പ്രെഡ് ചെയ്യപ്പെടുന്നതായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ബിഗ് ബോസിനുള്ളിലെ ഓരോ ക്യാമറ കണ്ണുകളും ഒപ്പിയെടുത്ത് പുറം ലോകത്തു നിന്ന് നൽകുന്ന കാഴ്ചകൾ അത് അങ്ങേയറ്റം പോസിറ്റിവിറ്റിയും എനർജിയും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കാം. ഒപ്പം ശുദ്ധീകരിക്കുകയും ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളതായിരിക്കും എന്നുള്ളതാവാം. പിന്നെ ലോഗോയിലും പരസ്യങ്ങളിലുമൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രേക്ഷകരെ അമ്പരപ്പിച്ചാലും കാര്യങ്ങളൊക്കെ കളറായി മാറണമെന്നുണ്ടെങ്കിൽ ഈ വീടിനുള്ളിൽ കയറി പറ്റുന്ന കണ്ടസ്റ്റൻസ് അവർ കഴിവുള്ളവരും നട്ടലുള്ളവരും പ്രേക്ഷക മനസ്സിനെക്കുറിച്ച് ആവറേജ് ബോധ്യമുള്ളവരും സമൂഹത്തിൻ്റെ ഈ കാലത്തെ പോക്കെന്താണെന്ന് മനസ്സിലാക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ളവരുമൊക്കെയായി മാറിയേ മതിയാവുകയുള്ളൂ. ചുരുക്കത്തിൽ ഓരോ സീസണും മനോഹരമായിരുന്നു എന്ന് അവസാനം പറഞ്ഞു വെക്കുവാൻ കഴിയണമെങ്കിൽ 100% അതിൽ കയറി പറ്റുന്ന കണ്ടസ്റ്റൻസ് അവർ കരുത്തുള്ളവരായിരിക്കണം. ഇക്കുറി ജിയോയുടെ പ്ലാറ്റ്ഫോമിലാണ് ബിഗ് ബോസ് സീസൺ 7 പിറവി കൊള്ളുന്നത് എന്നുള്ളതിനാൽ ഒത്തിരി പുതുമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും ബിഗ് ബോസിൻ്റെ ഇതര ഭാഷയിലുള്ള ഷോകളൊക്കെ കണ്ടിട്ട് ആൾക്കാർ അവരുടെ റിവ്യൂ പറയുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹിന്ദി ബിഗ് ബോസിൽ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ കന്നഡയിലും തെലുങ്കിലുമൊക്കെ കാണുന്നത് പോലെ മലയാളത്തിൽ ഇനി എന്നായിരിക്കും ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് വെച്ചാൽ ഈ വെട്ടൊന്ന് മുറി 2 എന്ന് പറയുന്ന ആ തീരുമാനമൊക്കെ മലയാളത്തിൽ നീ എപ്പോഴാണ് എടുക്കാൻ പോവുക? ബിഗ് ബോസിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന സേഫ് ഗെയിം കളിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അവസാന നിമിഷം വരെയുള്ള മുൻപോട്ട് പോക്ക്, നിരന്തരം ക്യൂട്ട്നെസ് വാരി വിതറി ഈ സീരിയൽ പ്രേക്ഷകരെ പോലെയുള്ള ആൾക്കാരെ കയ്യിലെടുത്ത് അങ്ങനെ ടോപ്പ് 5 കയറി പറ്റുവാൻ വേണ്ടിയുള്ള ഓരോരോ തന്ത്രങ്ങൾ, ഇതൊക്കെ ഇപ്രാവശ്യമെങ്കിലും ഒന്ന് പൊളിച്ചടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ഓരോ ബിഗ് ബോസിന്റെയും തുടക്കം മുതൽ പ്രേക്ഷകരിൽ പലരും പറയാറുള്ളതാണ്. കാരണം മലയാളം ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു ശാപമാണ് ഈ സേഫ് ഗെയിം കളിച്ചുകൊണ്ട് 100 ദിവസം അതിനകത്ത് തുടരുക എന്നുള്ളത്. കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് ഇക്കുറി ജിയോയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടൻ തന്നെയാണ് സീസൺ 7 ഹോസ്റ്റായിട്ട് വരുന്നത്. അത് ഉറപ്പിക്കും വിധം ലാലേട്ടൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ലോഗോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കി മാറ്റിയിട്ടുമുണ്ട്. ഗംഭീര പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അനേകർ ഇപ്പോൾ തന്നെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനം കാത്തിരിക്കുന്നത് കോമണേഴ്സിന് വേണ്ടിയുള്ള പ്രൊമോ എപ്പോഴാണ് വരുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ്. എല്ലാ തവണയും കോമണേഴ്സിന്റെ ഭാഗത്തു നിന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇക്കുറി ഒരു പുരുഷനും ആ സ്ഥാനത്ത് വരണം എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി കുറേ നാളുകളായി വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. ആ ഒരു മുറവിളി അവർ കേൾക്കുമോ, അത് പരിഗണിക്കുമോ എന്നൊക്കെയുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്ന് മെയ് മാസം 21-ാം തീയതി. ഇനി കിടക്കുന്നു ഏകദേശം 2.5 മാസത്തോളം ബിഗ് ബോസ് ആരംഭിക്കുവാൻ. അതെ, ബിഗ് ബോസ് ആരാധകർ അവരുടെ കൗണ്ട് ഡൗൺ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്റർവ്യൂകളും ഓഡീഷനുകളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കുന്നത് സൗന്ദര്യത്തിന്റെയും പിടിപാടിന്റെയും ഒന്നും അടിസ്ഥാനത്തിൽ ആകില്ല എന്ന് പ്രതീക്ഷിക്കാം. അറിവിന്റെയും കഴിവിന്റെയും ചങ്കുറപ്പിന്റെയും പ്രതീകങ്ങളായി നിലകൊള്ളുന്ന ഒരു കൂട്ടം ആൾക്കാർ ബിഗ് ബോസ് സീസൺ 7 കയറി വരും. ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, മറക്കാൻ കഴിയാത്ത ദൃശ്യവിസ്മയങ്ങൾ മലയാളം ബിഗ് ബോസ് സീസൺ 7 നിന്നും കാണുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം.